ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഭീകരർ അയോധ്യ രാമക്ഷേത്രവും ലക്ഷ്യമിട്ടു എന്ന് അന്വേഷണ ഏജൻസികൾ. പുൽവാമ മോഡൽ ആക്രമണമാണ് ഭീകരർ ലക്ഷ്യം ഇട്ടത്. ഡൽഹിയിലും സ്ഫോടനത്തിൽ കണ്ടെത്തിയ മൃതദേഹം ഉമറിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിൽ തെളിഞ്ഞു. 2022 തുർക്കിയിലാണ് ഭീകരാക്രമണ പദ്ധതി തയ്യാറാക്കിയത്. ഷോപ്പിയാനിൽ നിന്ന് അറസ്റ്റിലായ മൗലവി ഇർഫാൻ അഹമ്മദ് വാഗൈ ആണ് മൊഡ്യൂളിലേക്ക് ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. അൽ ഫലാഹ് സർവകലാശാലയിലെ പള്ളിയിലെ ഇമാമായ ഹഫീസ് മുഹമ്മദ് ഇഷ്തിയാഖിന്റെ വീട്ടിലാണ് ഭീകരർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത്. ഭീകരാക്രമണം നടത്താൻ ഉമർ 3 കാറുകൾ വാങ്ങിയെന്നും കണ്ടെത്തൽ. 3ാമത്തെ വാഹനത്തിനായി തിരച്ചിൽ ഊർജിതമാക്കി. ബി ബാലഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്, ലഭ്യമാവുന്നത്. അയോധ്യ രാമക്ഷേത്രം അടക്കം ലക്ഷ്യം വെച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. വിശദ വിവരങ്ങൾ എന്തൊക്കെ ബാലഗോപാൽ? ഗുഡ് മോർണിംഗ്. ഈ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന്, വളരെ വലിയ തോതിൽ ഭീകരാക്രമണം നടത്തുന്നതിനുള്ള ഈ പദ്ധതിയായിരുന്നു ഈ ഭീകരർ തയ്യാറാക്കിയിരുന്നത് എന്നായിരുന്നു. നവംബർ 25-ന് അയോധ്യ രാമക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുന്നുണ്ട്. അന്ന് അവിടെ ഈ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി കാവിക്കൊടി ഉയർത്തുകയാണ്. ആ ചടങ്ങ് ഈ ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമാകുന്നത്. അതായത് ഈ വരുന്ന നവംബർ 25-ന് അയോധ്യയിൽ ഭീകരാക്രമണം നടത്തുന്നതിനുള്ള പദ്ധതി ഇവർ തയ്യാറാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. 3 കാറുകളായിരുന്നു ഈ ഭീകരാക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഈ ഡോക്ടർ ഉമർ നബി വാങ്ങിയിരുന്നത്. ഇതിൽ ഒരു വാഹനം ഈ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ തകരുകയുണ്ടായി. I-20 വാഹനം തകരുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് മറ്റൊരു വാഹനം കണ്ടെത്തിയിരുന്നു. അതായത് ചുവന്ന നിറത്തിലുള്ള ഒരു ഫോർഡ് എക്കോസ്പോർട്ട് കാർ കണ്ടെത്തിയിരുന്നു. ഇനി മറ്റൊരു വാഹനം കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതൊരു ബ്രസ മോഡൽ വാഹനമാണ്. ഈ വാഹനവും ഈ വ്യാജ മേൽവിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചിരുന്ന 2 മെഡിക്കൽ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെയാണ് വളരെ നിർണായകമായ ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഈ ജമ്മു കാശ്മീർ പോലീസും NIA നടത്തുന്ന ഈ അന്വേഷണത്തിൽ വളരെ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 പുൽവാമ മാതൃകയിൽ ഈ ഭീകരാക്രമണം നടത്തുന്നതിനുള്ള പദ്ധതിയായിരുന്നു തയ്യാറാക്കിയിരുന്നത് എന്നതാണ്. 2019 ഈ വെഹിക്കിൾ ബോൺ IED ബ്ലാസ്റ്റ് ആയിരുന്നു നടന്നിരുന്നത്. അതായത് വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച അത് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇടിച്ചു കയറ്റിയുണ്ടായിരുന്ന ഒരു ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയാണ് 3 കാറുകൾ ഇപ്പോൾ വാങ്ങിയതെന്നാണ് ഈ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ചില വിവരങ്ങൾ കൂടി അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 2022-ലാണ് ഈ ഭീകരാക്രമണം സംബന്ധിച്ചുള്ള പദ്ധതി തയ്യാറാകുന്നത്. അത് ഇന്ത്യയിലല്ല, മറിച്ച് തുർക്കിയിലായിരുന്നു ആ പദ്ധതി തയ്യാറാകുന്നത്. തുർക്കിയിലെ ഈ ഭീകരരെ, അതായത് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ഹാൻഡിലർ ഒരു തുർക്കിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഉസാക്ക എന്നാണ് അദ്ദേഹത്തിന്റെ കോഡ് നെയിം എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പറയുന്നത്. 2022 ഇന്ത്യയിൽ നിന്ന് ചിലർ തുർക്കിയിലേക്ക് പോയിട്ടുണ്ട്. ഈ തുർക്കിയുമായി ഈ ബന്ധം, അതായത് ഈ ഭീകരർക്കുള്ള ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും മോത്തി അന്വേഷണം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ സ്ഫോടനം നടന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്ഫോടനത്തിന് മുമ്പ് തന്നെ ജമ്മു കാശ്മീർ പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ അറസ്റ്റുകൾ നടത്തിയിരുന്നു. അതിൽ നിന്നെല്ലാമാണ് ഇപ്പോൾ NIAക്കും ജമ്മു കാശ്മീർ പോലീസിനും. ശരി ബാലഗോപാൽ, വളരെ കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭ്യമാവുന്നത്. അയോധ്യ രാമക്ഷേത്രം അടക്കം ലക്ഷ്യമിട്ടിരുന്നുവരെന്ന് പറയുന്നു. തുർക്കിയിലാണ് ഇത് സംബന്ധിച്ച ഗൂഢാലോചനകൾ, ഇതിന്റെ പദ്ധതികൾ നടന്നത് എന്നും നിരവധി വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വളരെ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ ഏജൻസികൾ. ബി ബാലഗോപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നല്ല ദിവസം ആശംസിക്കുന്നു.